blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിൽ ഉടനീളം നടക്കുന്ന ഈ സ്പെഷ്യൽ എപ്പിസോഡുകൾ, സ്പെഷ്യൽ മെസ്സേജ് സീരീസിൽ അതിലൂടെയൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങൾ എല്ലാവരുടെയും മേൽ വരട്ടെ എന്ന് ഉള്ളം കൊണ്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസർക്ക് വേണ്ടി നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ഫെസി പ്രജീഷിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ BSc നഴ്സിംഗ് 4th സെം എക്സാംസ് കർത്താവെ 15th ജൂലൈയിൽ ആരംഭിക്കുന്നല്ലോ. തൻ്റെ എഡ്യൂക്കേഷനെ അനുഗ്രഹിക്കുന്നു. നല്ലൊരു ജോലി ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇളയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അജോമിയെ കർത്താവെ അനുഗ്രഹിക്കണമേ, ഭാവിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ കർത്താവെ നല്ലൊരു വീടും, അതുപോലെ കർത്താവെ എല്ലാ കടഭാരങ്ങളിലുള്ള മോചനവും യേശുവിൻ നാമത്തിൽ തനിക്ക് ഉണ്ടാകട്ടെ. താങ്ക് യു ഫാദർ. അതോട് ചേർന്ന് ഹെൻറി ജെയിംസിനായും റെനി സി ഹെൻറിക്കുമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചേർന്ന് കർത്താവെ, പ്രത്യേകിച്ച് നാളെ തൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഈ കപ്പിളിനെ അനുഗ്രഹിക്കുന്നു. അവരുടെ വീടിൻ്റെ പണികൾ പൂർത്തിയാകട്ടെ. മക്കൾ ഐസക്കിനായും അന്നയ്ക്കായും പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ തന്നെ കർത്താവെ, ഞങ്ങൾ ചേർന്ന് ഫ്രാൻസിസ് ചാക്കോയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൂടുതൽ നല്ല ആരോഗ്യം അങ്ങ് നൽകണമേ. ഇതുവരെ കർത്താവെ ഈ കുടുംബത്തിൻ്റെ മേലും തൻ്റെ മേലും ചെയ്ത എല്ലാ നന്മകൾക്കുമായി കർത്താവെ അതിൻ്റെ ഒരു നന്ദി സൂചകമായി ഈ എപ്പിസോഡ് കർത്താവെ സ്പോൺസർ ചെയ്തിരിക്കുന്നല്ലോ. തിരുനാമത്തിൽ ഫ്രാൻസിസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മറ്റന്നാൾ ജന്മദിനം ആഘോഷിക്കുന്ന ഫെസിക്ക് എല്ലാ ജന്മദിന ആശംസകളും ഈ സമയത്ത് നേരുന്നു. അതുപോലെ നാളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഹെൻറിക്കും കുടുംബത്തിനും ഭാര്യയ്ക്കും ഈ സമയത്ത് എല്ലാ മംഗളങ്ങളും നേരുന്നു. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്രദർ, ഈ സഹോദരൻ്റെ പേര് ഷിബു എന്നാണ്. താൻ പുൽപ്പള്ളിയിൽ നിന്നാണ് താൻ വരുന്നത്. 5 വർഷമായി തൻ്റെ മൂക്കിൻ്റെ അകത്ത് ഒരു ദശ വളരുന്നുണ്ടായിരുന്നു. 5 വർഷമായി മൂക്കിൻ്റെ ഉള്ളിൽ ഒരു ദശ വളരുന്നുണ്ടായിരുന്നു. ഇതുമൂലം തനിക്ക് താൻ വെൽഡിങ്ങിൻ്റെ ജോലിയാണ് ചെയ്യുന്നത്, വെൽഡറാണ്. അദ്ദേഹത്തിന് അതുമൂലം ശ്വാസം വലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജോലിയിലൊക്കെ ബുദ്ധിമുട്ട്. അതെ, കഫക്കെട്ടുണ്ടായിരുന്നു, അലർജി ഉണ്ടായിരുന്നു. പറയുന്നത് എങ്ങനെയാണ്, ആ പുകയടിക്കുമ്പോൾ തന്നെ തനിക്ക് വളരെയധികം ഇറിറ്റേഷൻ ആയിരുന്നു വെൽഡിങ്ങിൻ്റെ പുകയടിക്കുമ്പോൾ. അതുമൂലം തനിക്ക് ജോലി വേണ്ട വിധത്തിൽ ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു. താൻ പല ട്രീറ്റ്മെൻറ്റും മാറി ചെയ്ത് നോക്കി. ഓപ്പറേഷൻ ചെയ്തിട്ടും അത് മാറിയില്ല. അതിനുശേഷം ചെയ്തിട്ടും മാറിയില്ല. മൂക്കിലൊഴിക്കുന്ന മരുന്ന് അത് ഒഴിക്കുവാൻ തുടങ്ങി. ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ആ ഒരു കുപ്പിക്ക് 50 രൂപയോളം ആകും. അങ്ങനെ 5 വർഷത്തോളം അത് ഉപയോഗിച്ചപ്പോൾ ഏകദേശം 25,000 രൂപ ആ മരുന്നിന് വേണ്ടി മാത്രം ചെലവഴിച്ചു. 25,000 രൂപ ചെലവഴിച്ചു.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ ആൻറ്റി ഇങ്ങനെ പറഞ്ഞു, ബ്ലെസ്സിങ് ടുഡേ ഉണ്ട്, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിലെ പ്രേയറിലോട്ട് ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൻറ്റി വിളിച്ച് ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം താനും ബ്ലെസ്സിങ് ടുഡേ ഇത് കാണുവാൻ തുടങ്ങി. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഡാമിയൻ ബ്രദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മൂക്കിൽ ദശ വളരുന്ന ഒരു വ്യക്തിയുടെ അത് പൂർണ്ണമായും സൗഖ്യമാക്കുന്നു, വളഞ്ഞിരിക്കുന്ന മൂക്ക് സൗഖ്യമാകുന്നു എന്ന് പറഞ്ഞു. ഈ 2 പ്രശ്നങ്ങളും തനിക്കുണ്ടായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരാഴ്ചയ്ക്ക് ശേഷം താൻ അനുഭവിക്കാൻ തുടങ്ങി തൻ്റെ ആ പ്രശ്നങ്ങളെല്ലാം മാറി മാറി ഇപ്പോൾ താൻ പൂർണ്ണമായും സൗഖ്യമായിക്കൊണ്ടാണ് താൻ ഈ സ്റ്റേജിൽ നിന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആ തുള്ളിമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്നാണോ? ഇല്ല. തുള്ളിമരുന്ന് വേണ്ട, അല്ലാതെ തന്നെ ഫ്രീ ആയി. ശ്വാസം വലിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടല്ല, വളരെ ബുദ്ധിമുട്ടില്ലായിരുന്നു ഞാൻ. എനിക്ക് 2 മണിക്കൂർ കൂടുമ്പോൾ മരുന്ന് തുള്ളിയായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കണം. ഈ ജോലിയുടെ ഇടയിലും അത് ഒഴിക്കണം. പുകയടിക്കുമ്പോൾ പിന്നെ മൂക്ക് അടച്ചിക്കുമായിരുന്നു. ഇപ്പോൾ മരുന്ന് വേണ്ട. ഇപ്പോഴും വെൽഡിങ് ചെയ്യുന്നുണ്ട്, പുക അടിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട്. പക്ഷേ ആ മൂക്കിനകത്തുള്ള മാംസ വളർച്ച നിന്നു, വളവ് മാറ്റിക്കൊടുത്തു. ഇപ്പോൾ ഫ്രീ ആയി ശ്വാസം കഴിക്കാൻ സാധിക്കുന്നുണ്ട്. നിരവധി രോഗസൗഖ്യങ്ങൾ ഈ ഒരൊറ്റ സാക്ഷ്യം പ്രസ്താവിക്കുന്ന സമയത്ത് അതിനോട് കണക്റ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. കൈകൾ ഉയർത്തി സ്വീകരിക്കേണ്ടവർ അത് സ്വീകരിച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ. ഇവിടെ മാത്രമല്ല, നിങ്ങൾ വന്നത് എവിടുന്ന്, ആ ഭവനങ്ങളിലും അതുപോലെ ചിലരുടെ ബന്ധത്തിൽ ചിലരൊക്കെ ഹോസ്പിറ്റലുകളിലുണ്ട്, അവരിലും മെഡിക്കൽ കോളേജുകളിലൊക്കെ ഒരു രോഗസൗഖ്യത്തിൻ്റെ സമയമാണിത്. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കട്ടെ. താങ്ക് യു ഫാദർ, ഇൻ ജീസസ് നെയിം, ആമേൻ, ആമേൻ. ബൈബിളിലെ ജ്ഞാനങ്ങളുടെ ഒത്തിരി ജ്ഞാനത്തിൻ്റെ വചസ്സുകളുള്ള ഒരു പുസ്തകമാണ് സദൃശ്യവാക്യങ്ങൾ അല്ലെങ്കിൽ പ്രോവർബ്സ്, ദ ബുക്ക് ഓഫ് പ്രോവർബ്സ്. പ്രധാനമായും അതിൽ സോളമൻ ആണ് എഴുതിയിരിക്കുന്നതെങ്കിലും വേറെ 1-2 കോൺട്രിബ്യൂഷൻസ് അതിലുണ്ട്. അതിൽ 31-ാം അധ്യായത്തിൽ ഒരു എക്സലൻറ്റ് വൈഫിനെ കുറിച്ച്, എ വൈഫ് ഓഫ് നോബിൾ ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ട്. അതിൽ 31-ാം അധ്യായത്തിൽ കാണുന്ന ആ വിവരണത്തിൽ നല്ലൊരു ഭാര്യ എങ്ങനെയിരിക്കും, അതിൽ ഒത്തിരി കാര്യങ്ങൾ ഐറ്റം വൈസ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ആഗ്രഹം എൻ്റെ ഭാര്യ ഏറ്റവും നല്ലതായിരിക്കണം, ക്യാരക്ടർ കൊണ്ടും എല്ലാം കൊണ്ടും. വിവാഹം കഴിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ പുതിയ നവവധു എല്ലാം തികഞ്ഞവൾ ആകണമെന്നില്ല. അങ്ങനെ ഒരു വധുവേ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. എന്നാൽ ദൈവജനത്തിൽ കാണുന്ന ഈ നോബിൾ ക്യാരക്ടറുള്ള ഭാര്യയുടെ ആ ലെവലിലേക്ക് എല്ലാ ഭാര്യമാർക്കും വളരാൻ കഴിയും. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ എല്ലാ ഭാര്യമാരും അകത്ത് പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്കും അതുപോലൊന്ന് വളരാൻ, എല്ലാ വീട്ടുകാര്യങ്ങളും ഏറ്റവും ഭംഗിയായി ഭർത്താവും മക്കളും ഒക്കെ പ്രശംസിക്കത്തക്ക രീതിയിൽ എല്ലാം ഭംഗിയായി ചെയ്യാനുള്ളൊരു കൃപ, ഒരു ഗ്രേസ് എൻ്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിലെ നൽകപ്പെട്ട ആ സന്ദേശത്തിലേക്ക് വേഗത്തിൽ പോകാം. അവസാനം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. Proverbs 31. സദൃശ്യവാക്യങ്ങൾ 31-ാം അധ്യായം, verse number 10. 10-ാമത്തെ വചനം. A wife of noble character who can find? 10-ാമത്തെ വചനം, ഉത്തമ സ്വഭാവമുള്ള ഭാര്യയെ ആർ കണ്ടെത്തും? She is worth far more than rubies. അവൾക്ക് രത്നങ്ങളെക്കാൾ വിലയേറും. The Bible says, if you have a noble character, your price is far more than rubies of the world. സഹോദരിമാരെ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഒരു ഉത്തമ സ്വഭാവമുണ്ടെങ്കിൽ നിങ്ങളുടെ വില രത്നങ്ങളെക്കാൾ വിലയുള്ളതാണ്. Why should you go to Sunny Diamonds and buy and spend lakhs of rupees? You yourself is a great diamond. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ സണ്ണി ഡയമണ്ട്സിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ വിലയേറിയ അമൂല്യമായ ഒരു രത്നമാണ്. Don't need to go to Tanishq. തനിഷ്കിൽ അതിനു വേണ്ടി പോകേണ്ട ആവശ്യമില്ല. Your wife is the precious diamond. നിങ്ങളുടെ ഭാര്യ തന്നെ വിലയേറിയ ഒരു ഡയമണ്ട് ആണ്, രത്നമാണ്. Verse number 11. 11-ാമത്തെ വചനം. Her husband has full confidence in her and lacks nothing of value. ഭർത്താവിന്റെ ഹൃദയം അവളിൽ വിശ്വാസം അർപ്പിക്കുന്നു, അവളുടെ നേട്ടത്തിന് ഒരു കുറവുമില്ല. Does your husband believe you?
നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ? Has he got confidence in you? അദ്ദേഹം നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ടോ? Number 12. She പന്ത്രണ്ടാമത്തെ brings him good, not harm, all the days of her life. തന്റെ ജീവകാലമെല്ലാം അവൾ അയാൾക്ക് തിന്മയല്ല നന്മ തന്നെ വരുത്തുന്നു. കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടികൾ ശ്രദ്ധിക്കുക, ഇതിലോട്ടാണ് നിങ്ങൾ വളരേണ്ടത്. കല്യാണം കഴിച്ചു കഴിഞ്ഞ പെൺകുട്ടികൾ, ഭാര്യമാർ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതുവരെ ഇതുപോലെ ആയിട്ടില്ലെങ്കിൽ ഇതുപോലെ ആകണം. Verse number 13, she selects wool and flax and works with eager hands. അവൾ ആട്ടുരോമവും ചണവും സമ്പാദിച്ച് സന്തോഷത്തോടെ തന്റെ കൈകൊണ്ട് വേല ചെയ്യുന്നു. Oh my God, even in Solomon's times there were business women. ഓ, ശലോമോന്റെ കാലത്തും അന്തകാലത്തും ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ടായിരുന്നു, ബിസിനസ് ചെയ്യുന്നവരുണ്ടായിരുന്നു. This is not for the most modern ladies. Even centuries back women used to work for earning. ഇന്നത്തെ അത്യാധുനികമായ ലോകത്തിൽ മാത്രമല്ല, ആ കാലഘട്ടത്തിലും വർക്ക് ചെയ്യുന്ന സ്ത്രീകളുണ്ടായിരുന്നു, ബിസിനസ് ചെയ്യുന്നവരുണ്ടായിരുന്നു. Verse number 14. 14ാം വചനം. In your Bible, she is like the merchant ships bringing her food from afar. അവൾ വ്യാപാര കപ്പൽ പോലെയാണ്, വിദൂരതയിൽ നിന്നും തന്റെ ഭക്ഷണം കൊണ്ടുവരുന്നു. Verse number 15. She gets up while it is still dark. She provides food for her family and portions for her servant girls. ഇരുട്ടുള്ളപ്പോൾ തന്നെ അവൾ എഴുന്നേൽക്കുന്നു, അവളുടെ കുടുംബത്തിന് ഭക്ഷണവും വേലക്കാരികൾക്ക് ഓഹരിയും കൊടുക്കുന്നു. അതിവെളുപ്പിന് 9 മണിക്ക് എഴുന്നേൽക്കുന്ന എത്ര സഹോദരിമാരുണ്ട്? ഓ, ഒത്തിരി പേരുണ്ട്. But this woman is not like that. ഈ പറഞ്ഞ വായിച്ച സ്ത്രീ അതുപോലെയല്ല. She wakes up while it is still dark. അവൾ എഴുന്നേൽക്കുന്ന സമയം എന്നുള്ളത് അല്പം ഇരുട്ടുള്ളപ്പോൾ തന്നെ എഴുന്നേൽക്കുന്നു. 5 o'clock or 5 4:30 or 4 o'clock. 4 മണിയാകാം. Is there such wives here? അങ്ങനെയുള്ള ഭാര്യമാർ ഇവിടെ ഉണ്ടോ? Rubies? നിങ്ങളാണ് രത്നങ്ങൾ എന്ന് പറയുന്നത്. Verse number 16. She considers a field and buys it. Out of her earnings she plants a vineyard. 16ാമത്തെ വചനമാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ ഒരു നിലത്തിന്മേൽ കണ്ണുവെച്ച് അത് വാങ്ങുന്നു, അവളുടെ സമ്പാദ്യം കൊണ്ട് അവൾ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുന്നു. Oh my God, what a wonderful wife. ഓ, എന്റെ ദൈവമേ, എന്ത് നല്ലൊരു ഭാര്യ. അവള് തന്നെ കച്ചവടം നടത്തി, അവള് തന്നെ ബിസിനസ് നടത്തി, പൈസ ഉണ്ടാക്കി സ്ഥലം മേടിച്ചു. ഭർത്താവ് പറഞ്ഞിട്ടാണേ, അറിയാതെ അല്ല. Verse number 17, she sets about her work vigorously. Her arms are strong for her tasks. 17ാമത്തെ വചനം വായിക്കുന്നു. അവൾ തന്റെ വേലയ്ക്കായി അരമുറുക്കുന്നു, അധ്വാനത്തിന് അവളുടെ കരങ്ങൾ ശക്തമാണ്. Hallelujah. And did you notice one more thing? In verse number 15 she has some servant girls. അവിടെ 15ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ ഭാര്യയ്ക്ക് ചില വേലക്കാരികളുമുണ്ട്. Why? എന്തുകൊണ്ട്? Because she is most of the time she is engaged in the business. കാരണം ഇവൾ കൂടുതൽ സമയം തന്റെ ബിസിനസ്സിൽ ചെലവഴിക്കുന്നു. Hello. So there were some servant girls to help out in all the things that was happening in the household. അതുകൊണ്ട് അവളുടെ പല കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും നോക്കി നടത്തുവാൻ പല കാര്യങ്ങളും അവളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിക്കാരുണ്ടായിരുന്നു. Hallelujah. Hallelujah. Verse number 18. She sees that her trading is profitable and her lamp does not go out at night. 18ാം വചനം. അവളുടെ വ്യാപാരം ആദായകരമെന്ന് അവൾ അറിയുന്നു, അവളുടെ ദീപം ഇരുളിൽ അണഞ്ഞു പോകുകയുമില്ല. എന്ന് പറഞ്ഞ എന്താ അർത്ഥം? She was doing a very profitable business. അതിന്റെ അർത്ഥം ഇതാണ്, അവൾ വളരെ ലാഭകരമായ ഒരു ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. And not only that, her lamp does not go out at night. മാത്രമല്ല അവളുടെ ദീപം രാത്രികാലങ്ങളിൽ ഇരുട്ടിൽ അണഞ്ഞു പോകുകയുമില്ല. Meaning, വിളക്കിൽ എല്ലായ്പ്പോഴും എണ്ണയുണ്ട്. ഇന്നത്തെ കാലത്ത് പറയാ അവരുടെ ഫ്യൂസ് ഇലക്ട്രിസിറ്റി ബോർഡുകാർ ഊരിക്കൊണ്ടു പോകില്ല. That is the meaning. കറണ്ട് ബില്ലൊക്കെ അടക്കാൻ കാശുണ്ടാവും. This is about an excellent wife. ഇത് ഒരു ഉത്തമ സ്വഭാവമുള്ള ഭാര്യയെ കുറിച്ചാണ് പറയുന്നത്. Hallelujah. Hallelujah. Verse 19, in her hand she holds the distaff and grasps the spindle and her fingers with her fingers. അവൾ തന്റെ കരത്തിൽ നൂൽക്കോൽ ഏന്തുകയും വിരലുകൾ കൊണ്ട് തക്ലി പിടിക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ അവളുടെ ബിസിനസ് നടത്തിക്കൊണ്ട്. Verse number 20, she opens her arms to the poor and extends her hands to the needy. അവൾ ദരിദ്രർക്കായി തന്റെ കൈകളെ തുറക്കുന്നു, ആവശ്യത്തിൽ ഇരിക്കുന്നവർക്ക് നേരെ അവളുടെ കൈ നീളുന്നു. ഇത് തിന്ന് ചക്കപ്പോത്ത് പോലെ ഉരുണ്ട് വരുവല്ല ചെയ്യുന്നത്, കിട്ടുന്നതിൽ നിന്ന് ആർക്കൂടെ കൊടുക്കുന്നുണ്ട്?
ദരിദ്രർക്ക് അവൾ കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. പല വീടുകളിലും കഥകളൊക്കെ പൊളിച്ചു പണിയോ, കാരണം ആർക്കും കൊടുക്കില്ല, ആർക്കും കൊടുക്കുന്ന പ്രശ്നമില്ല. ഞാൻ തന്നെ, ഫ്രിഡ്ജും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ നോക്കിക്കോളാം, ബാക്കി വേണം ഞാൻ നോക്കിക്കോളാം. There are women like that. അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. Wide gate and wide doors. അവർക്ക് വേണ്ടി വിശാലമായ But this wife of excellent character, she is giving out a lot of money to the poor and needy. എന്നാൽ ഇവിടെ പറയുന്ന ഉത്തമ സ്വഭാവമുള്ള ഈ ഭാര്യ ദരിദ്രർക്ക് വേണ്ടി ധാരാളം പണം ചെലവഴിക്കുന്നു. 21 when it snows, she has no fear for her household, for all of them are clothed in scarlet. 21 വചനം പറയുന്നു, മഞ്ഞ് പെയ്യുമ്പോൾ വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് അവൾക്ക് ഭയമില്ല, എന്തെന്നാൽ അവർക്കെല്ലാം ധരിക്കുവാൻ ചുവപ്പ് കമ്പിളികളുണ്ട്. എല്ലാ സീസണിനും ആവശ്യമായ സകലവും equipped ആണ്. Verse number 22, she makes coverings for her bed. She is clothed in fine linen and purple. അവൾ തനിക്ക് കിടക്കയ്ക്ക് പരവതാനി ഉണ്ടാക്കുന്നു, മേൽത്തരം പട്ടും ധൂമ്ര വസ്ത്രവും തന്നെ അവൾ അണിയുന്നു. അതിൻ്റെ അർത്ഥം വളരെ നന്നായി അധ്വാനിക്കുന്നതുകൊണ്ട് നല്ല നല്ല സാരിയോ അല്ലെങ്കിൽ നല്ല നല്ല ചുരിദാറോ ഒന്നും മേടിക്കാനും പഞ്ഞൊന്നുമില്ല. കാരണം അവൾ ഉപയോഗിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. Hallelujah. Hallelujah. Now 23, her husband is respected at the city gate, where he takes his seat among the elders of the land. ദേശത്തിലെ പ്രധാനികളോടൊപ്പം ഇരിക്കുന്ന അവളുടെ ഭർത്താവ് നഗര കവാടങ്ങളിൽ പ്രസിദ്ധനാണ്. ഇത്രയൊക്കെ കേട്ടപ്പോൾ വിചാരിക്കും ഇവളുടെ സാമർത്ഥ്യം കൊണ്ടാ വീട് ഓടുന്നത്. ഇത്രയൊക്കെ കേട്ടപ്പോൾ വിചാരിച്ചു ഇവളാണ് വീട് നടത്തുന്നതെന്ന്. ഇവരുടെ ഹസ്ബൻഡ് ഒരു മരം അണ്ടൂസാണെന്ന വിചാരം. ഒരിക്കലുമല്ല. ഷീ ഈസ് സോ റെസ്പെക്റ്റഡ് അറ്റ് ദ സിറ്റി ഗേറ്റ്. പക്ഷേ ഷീ ഈസ് എ ഫേമസ് മാൻ ഓഫ് ദ ടൗൺ. അവിടെ വായിക്കുന്നു, അവളുടെ ഭർത്താവ് നഗര കവാടങ്ങളിൽ പ്രസിദ്ധനാണ്. വളരെ പ്രശസ്തനായ ഒരു വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു അവളുടെ ഭർത്താവ്. അതിന്റെ അർത്ഥം the husband also is bringing a lot of money. He is a respectable man. She has no need to work at all, but still she is hard working. അതിന്റെ അർത്ഥം തന്റെ ഭർത്താവ് പ്രശസ്തനാണ്, പണമുണ്ടാക്കുന്നവനാണ്, കഴിവുള്ളവനാണ്. എന്നാൽ പോലും തന്റെ ഭാര്യയും പണം സമ്പാദിക്കുകയാണ്. Hallelujah. Hallelujah. She makes linen garments and sells them and supplies the merchants with sashes. അവൾ പട്ടുവസ്ത്രങ്ങൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു. അരക്കച്ചയുണ്ടാക്കി വിൽപ്പനയ്ക്കായി വ്യാപാരികളെ ഏൽപ്പിക്കുന്നു. പുതിയ പുതിയ മോഡലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. 25, she is clothed with strength and dignity. She can laugh at the days to come. അവൾ ബലവും മഹത്വവും അണിഞ്ഞിരിക്കുന്നു. ഭാവിയെ നോക്കി അവൾ പുഞ്ചിരി തൂകുന്നു. മക്കൾ എല്ലാവരും എന്നെ നോക്ക്. Ladies and gentlemen, look at me. ഭാവി ഓർത്ത് അവൾക്ക് പേടിയില്ല. എല്ലാ ദിവസവും രാത്രിയിൽ ചേട്ടോ നമ്മുടെ മോള് 3-ാം ക്ലാസ്സിലായി, കെട്ടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ, എങ്ങനെ കെട്ടിച്ചു വിടും? അടുത്ത വർഷം 4-ാം ക്ലാസ്സിലാണ്, അത് കഴിഞ്ഞ് 5-ാം ക്ലാസ്സിലാണ്. ഈ ആദ്യമൊന്നും ഇവൾക്കില്ല. കേട്ടായിരുന്നോ? She is smiling at the future. Why? Because she has saved enough money for the future. അവൾ ഭാവിയെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? ഭാവിയിലേക്ക് ആവശ്യമായ സകല പണവും അവൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. Hallelujah. Hallelujah. എല്ലാ ദിവസവും ഭർത്താവിനോട് രാവിലെ ഇറങ്ങി, ഇന്നേ ഇത്രയും കൊണ്ട് ഇങ്ങോട്ട് വരാവും, ഇല്ലെങ്കിലേ വരുമ്പോ കാണാം എന്നല്ല പറയുന്നത്. ഷീ ഈസ് ഓൾസോ മേക്കിംഗ് മണി. അവളും പണം സമ്പാദിക്കുകയായിരുന്നു. Verse number 26, she speaks with wisdom and faithful instruction is on her tongue. 26-ാം വചനം, ജ്ഞാനത്തോടെ അവൾ വായ് തുറക്കുന്നു, ദയാപൂർവമായ ഉപദേശം അവളുടെ നാവിന്മേൽ ഉണ്ട്. She watches over the affairs of her household and does not eat the bread of idleness. അവൾ തന്റെ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, അലസതയുടെ ഭക്ഷണം അവൾ കഴിക്കുകയില്ല. അങ്ങനെ ഒരു ഭക്ഷണമുണ്ട്. എന്ത് ഭക്ഷണമാണ്? ഇഡ്ലി പോലൊരു സാധനമാണ് the bread of idleness. അലസതയുടെ ഭക്ഷണം. മടിച്ചുകളായി വീട്ടിലിരുന്നുകൊണ്ട് തിന്നോണ്ടിരിക്കരുത്. ഇതാണ് ഇവിടെ സോളമൻ പറയുന്നത്. സോളമൻ says she is hard working.
അവൾ കഠിനാധ്വാനിയാണ്. She is eating the bread of hard work. അവൾ അവളുടെ ഉത്സാഹത്തിന്റെ, അവളുടെ അധ്വാനത്തിന്റെ അപ്പമാണ് അവൾ ഭക്ഷിക്കുന്നത്. 28. Her children arise and call her blessed, her husband also, and he praises her. അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു. അവളുടെ ഭർത്താവും അവളെ ഇപ്രകാരം പ്രശംസിക്കുന്നു. Many women do noble things, but you surpass them all. ഭർത്താവ് ഇങ്ങനെയാണ് പ്രശംസിക്കുന്നത്, അനേകം സ്ത്രീകൾ സാമർത്ഥ്യം കാട്ടിയിട്ടുണ്ട്, നീയോ അവരെ എല്ലാം അതിശയിക്കുന്നു. അപ്പുറത്തെ ശോശാമ്മയെ നോക്കി, ഇപ്പുറത്തെ ലീലാമ്മയെ നോക്കി, ഇപ്പുറത്തെ മേരിക്കുട്ടിയെ നോക്കി നല്ല ഹസ്ബൻഡ് പറയുന്നേ, My wife is surpassing them all. ഓ, എന്റെ ഭാര്യ അപ്പുറത്തെ ശോശാമ്മയെക്കാളും മറിയാമ്മയെക്കാളും എത്രയോ നല്ലതാണ്, അതിശയിപ്പിക്കുന്നു. Her husband is praising her. അത് അവളുടെ ഭർത്താവ് പ്രശംസിക്കുകയാണ് അവളെ. Verse number 30. Charm is deceptive and beauty is fleeting, but a woman who fears the Lord is to be praised. 30-ാം വചനം, ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു, യഹോവയെ ഭയപ്പെടുന്ന സ്ത്രീയോ പ്രശംസിക്കപ്പെടും. ബ്യൂട്ടി പാർലർ മാത്രം ശരണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ പോരാ, അകത്ത് ദൈവഭയമുണ്ടെങ്കിൽ ഭർത്താവ് നിന്നെ പ്രശംസിക്കും, കുഞ്ഞുങ്ങൾ നിന്നെ പ്രശംസിക്കും, സഭക്കാർ നിന്നെ പ്രശംസിക്കും, എല്ലാവരും നിന്നെ വാഴ്ത്തും. Hallelujah. Verse number 31, the last verse. Give her the reward she has earned, and let her works bring her praise at the city gate. 31-ാമത്തെ വചനം, അവൾ സമ്പാദിച്ച പ്രതിഫലം അവൾക്ക് കൊടുപ്പിൻ, അവളുടെ പ്രവൃത്തികൾ നഗരദ്വാരങ്ങളിൽ അവൾക്ക് പ്രശംസ നൽകട്ടെ. Hallelujah. Hallelujah. Meaning finally she also becomes a famous woman, അവസാനം അവളും ഒരു പ്രശസ്തയായ സ്ത്രീയായി മാറുന്നു, just like her husband. അവളുടെ ഭർത്താവിനെ പോലെ തന്നെ. So what we see here is the husband is working, the wife is working, together they are making their home. ഇവിടെ നമ്മൾ കണ്ടത് ഭാര്യ ജോലി ചെയ്യുന്നു, ഭർത്താവ് ജോലി ചെയ്യുന്നു, അവർ ഒരുമിച്ച് അവരുടെ കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നു. Hallelujah. ഹല്ലേലൂയ. And this is my suggestion to all the youth sitting here. ഇവിടെ ഇരിക്കുന്ന യുവാക്കളോടുള്ള എൻ്റെ ഉപദേശം ഇതാണ്. Start earning money while you are in the young age. നിങ്ങൾ ഈ ചെറുപ്രായത്തിലായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പണം സമ്പാദിക്കാൻ തുടങ്ങുക. You can start working while you are studying in your college. നിങ്ങളുടെ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാം. I started working while I was studying. ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. Hallelujah. What am I telling you? ഞാൻ എന്താണ് നിങ്ങളോട് പറയുന്നത് അറിയാം? How to increase your income. നിങ്ങളുടെ വരുമാനത്തെ എങ്ങനെ വർദ്ധിപ്പിക്കാം? Husbands, work more. Do some overtime duties. ഭർത്താക്കന്മാർ, നിങ്ങൾ കൂടുതൽ ജോലി ചെയ്യുക, നിങ്ങൾ ഓവർ ടൈം ഡ്യൂട്ടികൾ എടുക്കുക. Start a side business. ഒരു സൈഡ് ബിസിനസ് തുടങ്ങാം. Wife, if you are not working, start working. ഭാര്യമാർ If you are allowed. ഭാര്യമാർ, നിങ്ങൾ ജോലി പോകാത്തവരാണെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ അനുവദിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പോകാം. ഭർത്താവ് അനുവദിക്കുന്നില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. അയ്യോ, കഴിഞ്ഞ സൺഡേ കേട്ടില്ലേ, ഈ യുദ്ധം ഉണ്ടാക്കല്ലേ, കൗൺസിലിങ്ങിന് ഇവിടെ ആളില്ല. Hallelujah. If both of you agree, start working. നിങ്ങൾക്ക് രണ്ടുപേർക്കും സമ്മതമാണെങ്കിൽ നിങ്ങൾ ഭാര്യയും കൂടി ജോലിക്ക് അനുവദിക്കുക. And all youths start working while you are studying. യുവാക്കന്മാർ ശ്രദ്ധിക്കുക, യുവതികൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാം. Support your parents. നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. Hallelujah. ഹല്ലേലൂയ. And if you have a property facing a road, build some rooms and rent it out for shops. നിങ്ങൾക്ക് വഴിയരികിൽ തന്നെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ, ഒരു സ്ഥലമുണ്ടെങ്കിൽ, ചില റൂമുകൾ അവിടെ പണിത് അത് റെന്റ് ഔട്ട് ചെയ്യുക. കടകൾക്ക് വാടക കൊടുക്കുക. Monthly you will have a big income. നിങ്ങൾക്ക് മാസം തോറും നല്ല വരുമാനം ഉണ്ടാകും. Hallelujah. And if you have space in your own land, build some extra rooms, rent that portion to some family, get some money monthly. നിങ്ങൾക്ക് ഇപ്പോൾ വീടുള്ള സ്ഥലത്ത് അല്പം കൂടി മുറികൾ പണിയാൻ സ്ഥലമുണ്ടെങ്കിൽ അവിടെ റൂമുകൾ പണിയുക, എന്നിട്ട് ചില കുടുംബങ്ങൾക്ക് കൊടുക്കുക, ആളുകൾക്ക് കൊടുക്കുക, വാടക വാങ്ങിക്കുക. You can build upstairs. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീടിന് മുകളിലേക്ക് ഒരു നിലയും കൂടി പണിത് വാടകയ്ക്ക് കൊടുക്കാം. There are so many online jobs available today. You can work from your home. You don't need to even go out and make money. ഇന്ന് ഒത്തിരി ഓൺലൈൻ ജോലികൾ, അതായത് കമ്പ്യൂട്ടറിലൂടെ ഇന്റർനെറ്റ് വഴി ചെയ്യാവുന്ന ഒത്തിരി ജോലികളുണ്ട്. നിങ്ങൾക്ക് വീടിന്റെ പുറത്ത് പോലും ഇറങ്ങേണ്ട ആവശ്യമില്ല, വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ജോലി ചെയ്യാം. If you pray, നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ the Lord will give you innovative ideas. നിങ്ങൾക്ക് വളരെ ക്രിയാത്മകമായ ആശയങ്ങൾ കർത്താവ് തരും. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് ഭാര്യമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട സന്ദേശത്തിലെ ആ വിവരണത്തിലെ ഭാര്യയെപ്പോലെ കർത്താവെ, ഓരോരുത്തർക്കും വളർന്ന് അവരുടെ വ്യക്തിത്വം വികസിച്ച്, കഴിവുകൾ വികസിച്ച് എത്തിച്ചേരാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി
പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കാതിൻ്റെ കേൾവി ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വ്യക്തി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആ കാത് ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. അതുപോലെ സ്റ്റാമറിംഗ് ഉള്ള ചില വ്യക്തികൾ, കർത്താവ് ഈ സമയത്ത് ആ നാവിനെ തൊടുന്നു. വിക്കനായിരുന്ന മോശയെ കർത്താവ് തൊട്ട് വലിയൊരു ലീഡറാക്കി മാറ്റി, ലക്ഷങ്ങളെ നയിക്കുന്ന ഒരു ശുശ്രൂഷകനാക്കി മാറ്റി. അങ്ങനെയെങ്കിൽ അതേ ദൈവത്തിന് നിങ്ങളെയും വിടുവിക്കാൻ കഴിയും. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്, ഇൻ ജീസസ് നെയിം. അന്നനാളത്തിന് പ്രയാസമുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. അതുപോലെ വയറിനകത്ത് അൾസർ നിറഞ്ഞിരിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രഷർ, ഷുഗർ ഇത് രണ്ടും നോർമലാകട്ടെ. കൊളസ്ട്രോൾ നോർമലാകട്ടെ. ദൈവിക രോഗസൗഖ്യം ഓരോ വ്യക്തികളിലും ഇപ്പോൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രത്യേകിച്ചുള്ള വിവരങ്ങൾ, രോഗം ഞാൻ എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോൾ ഉള്ളിൽ വിശ്വസിക്കുക, യേശുവിൽ നിന്നും സൗഖ്യത്തെ ഞാൻ സ്വീകരിക്കും. കർത്താവ് വലിയ മിറക്കിൾസ് ഇപ്പോൾ നടക്കാൻ തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നടക്കാൻ തുടങ്ങട്ടെ. കർത്താവെ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡ് കണ്ടതിന് നന്ദി. ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ആശിഷുമാരി പുസ്തകം ലഭിച്ചിട്ടില്ലാത്തവർ ആവശ്യപ്പെടണം. പ്രാർത്ഥനാ ഡയറി, എൻ്റെ പ്രാർത്ഥനാ ഡയറി എന്നുള്ള പുസ്തകം ഇംഗ്ലീഷിലും മലയാളത്തിലും ആവശ്യമുള്ളവർ തീർച്ചയായും സ്ക്രീനിലെ നമ്പറുകളിൽ വിളിച്ച് ആവശ്യപ്പെടുക. നിങ്ങൾക്ക് അതിൻ്റെ കോപ്പികൾ തപാൽ മാർഗം നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരുന്നതാണ്. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നാളെ നമ്മുടെ അവസാനത്തെ പ്രോഗ്രാമാണ്. മിസ് ചെയ്യരുത് ഈ സന്ദേശ പരമ്പര. നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കും. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈ. ബൈബിൾ ന്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: യേശു എപ്പോൾ മടങ്ങി വരുമെന്നാണ് പറഞ്ഞത്? When did Jesus say he will come again? ഓപ്ഷൻസ്: എ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, ബി ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ, സി യുദ്ധങ്ങൾക്ക് ശേഷം, ഡി നിനക്കാത്ത നാഴികയിൽ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്നവർക്ക് OMX നൽകുന്ന അടിപൊളി സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്.